ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഖിൽ എന്ന ബേക്കറിയുടെ മത്തായി എന്ന പാൽ കച്ചവടക്കാരനിൽ നിന്നും സ്ഥിരമായി പാലും ഇടയ്ക്കിടെ വെണ്ണയും വാങ്ങിയിരുന്നു. ഒരിക്കൽ അഖിലിനൊരു സംശയം. മത്തായി കൊണ്ടുവരുന്ന വെണ്ണയുടെ തൂക്കം കുറവാണോ? പരിശോധിച്ചപ്പോൾ സംശയം ശരിയാണെന്ന് ബോധ്യമായി. അയാൾ പാൽക്കാരനെതിരെ കേസ് കൊടുത്തു. കോടതിയിലെത്തിയപ്പോൾ കാര്യം തിരക്കിയ ജഡ്ജിയോട് മത്തായി പറഞ്ഞു, യജമാനനെ, പരാധീനക്കാരനായി എനിക്ക് അളവും തൂക്കവും ഒന്നും നോക്കാനുള്ള സാഹചര്യമില്ല. ഇയാളുടെ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന ബ്രെഡ് ഒരു തട്ടിലും വെണ്ണ മറുതട്ടിലും വെച്ചിട്ടാണ് ഞാൻ തൂക്കുന്നത്. അത് ഒരുപോലെയാണ് താൻ. ഇതിലെവിടെയാണ് എൻ്റെ തെറ്റ്? താൻ നൽകുന്ന അളവിലുള്ള വ്യതിയാനമാണ് തനിക്ക് ലഭിക്കുന്നതിലും വന്ന കുറവ് എന്ന് മനസ്സിലാക്കി അഖിൽ ലജ്ജിച്ച് തലതാഴ്ത്തി. പ്രിയരെ, നോമ്പുകാലം ആത്മപരിശോധനയുടെയും പുനർവിചിന്തനത്തിന്റെയും കാലഘട്ടമാണല്ലോ. നമ്മുടെ ധ്യാനത്തിലൂടെയും ചിന്തകളിലൂടെയും നമ്മെ തന്നെ ഒരു രൂപാന്തരത്തിനു വേണ്ടി സമർപ്പിക്കാം. ഇന്ന് അളക്കപ്പെടുവാനാകാത്ത ദാനം എന്ന ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ അളവില്ലാത്ത ദാനങ്ങൾ നൽകുന്ന കർത്താവ് നൽകുന്നതിലെ നന്മയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവരാജ്യ രഹസ്യങ്ങൾ എന്നേക്കുമായി മറച്ചു വെക്കാനുള്ളതല്ല, മറിച്ച് അവ തിരുവചനത്തിലൂടെയും ശിഷ്യന്മാരിലൂടെയും എല്ലാവരിലേക്കും എത്തേണ്ടതാണ് എന്ന് കർത്താവ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സത്യവെളിച്ചമായി ലോകത്തിലേക്ക് വന്ന ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ലോകത്തിന് മുൻപിൽ വെളിവാക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ സത്യങ്ങൾ പലപ്പോഴും ഇരുട്ടിലാകുന്നുണ്ട്. ഏത് ഇരുട്ടിൽ ഒളിപ്പിച്ചാലും എത്ര കാലതാമസം ഉണ്ടായാലും സത്യം ഒരിക്കൽ വെളിപ്പെടാനുള്ളതാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ഇന്നത്തെ ഏതൊരു മാധ്യമ ധർമ്മത്തെക്കാളും സാങ്കേതിക വിദ്യയെക്കാളും മേലെയാണ് ദൈവത്തിന്റെ പരമമായ നീതി എന്നോർക്കുക. തണ്ടിന്മേൽ പ്രകാശിക്കുന്ന വെളിച്ചം പോലെ ക്രൈസ്തവ ധാർമ്മിക മൂല്യങ്ങൾ സമൂഹ മധ്യത്തിൽ പ്രകാശിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് യേശു. സോഷ്യൽ മീഡിയയിലും പൊതു ഇടങ്ങളിലും വിദ്വേഷവും വ്യാജ വാർത്തകളുമൊക്കെ പടരുമ്പോൾ നീതിയുടെയും സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും തണ്ടിന്മേലെരിയുന്ന വിളക്കായി മാറുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നത് ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിൽ വളരെ പ്രസക്തമാണ്. ലാഭത്തിനു വേണ്ടി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയും ശേഖരിച്ച് പൂഴ്ത്തിവെക്കുകയും ചെയ്യുന്നതൊക്കെ നാം കാണാറുണ്ട്. മാത്രമല്ല, പ്രകൃതി വിഭവങ്ങളെ പോലും പലപ്പോഴും അളവില്ലാതെ ദുരുപയോഗം ചെയ്യുന്നു. പരിസ്ഥിതിയെ നാം എങ്ങനെ പരിഗണിക്കുന്നുവോ അതേ അളവിൽ തന്നെ പ്രകൃതിക്ഷോഭവും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ തിരിച്ചു കിട്ടുകയും ചെയ്യാറുണ്ട്. നമ്മുടെ അളവുകൾ ഇന്ന് എപ്രകാരമുള്ളതാണ്? ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത് എന്ന് ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ഇടപെടലുകൾ, പ്രവൃത്തികൾ, വാക്കുകൾ ഇവയ്ക്കെല്ലാം ആനുപാതികമായ പ്രതിഫലമാവും മടക്കി കിട്ടുക. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവേനെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ദൈവിക ദാനങ്ങൾ നമ്മിൽ നിലനിൽക്കുന്നത് അവ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുമ്പോഴാണ്. നാം കൊടുക്കുന്നതിനേക്കാൾ വലിയ അളവിൽ ദൈവം തന്റെ കൃപ നമ്മിലേക്ക് ചൊരിയുന്നുണ്ട്. മനുഷ്യൻ മാടുവതു മനെ തനക്ക, ദേവര് മാടുവതു കൊനെ തനക്ക എന്ന് കന്നഡയിൽ ഒരു ചൊല്ലുണ്ട്. മനുഷ്യൻ നമുക്ക് ചെയ്തു തരുന്നതിന് വീട് വരെ അല്ലെങ്കിൽ അതിനൊരു പരിധിയുണ്ട്, എന്നാൽ ദൈവം അന്ത്യത്തോളം നമ്മെ കരുതും എന്നാണ് അർത്ഥം. ദൈവം മനുഷ്യന് നൽകിയ അളക്കപ്പെടുവാനാവാത്ത ദാനങ്ങൾ എത്ര അധികമാണ്. നമ്മുടെ ജീവനും ജീവിതവും ശ്വാസവും എല്ലാം ദാനമല്ലേ? ദൈവിക ദാനങ്ങൾ അവിടുത്തെ കൃപയാലും പരിശുദ്ധാത്മാവിനാലും നൽകപ്പെടുന്നതാണ്. അത് മനുഷ്യന്റെ ശാരീരികവും ഭൗതികവുമായ ഉയർച്ചയ്ക്കും ദൈവമഹത്വത്തിനുമായുള്ളതാണ്. എന്നാൽ നാം നൽകുന്നത് സ്വന്തം പ്രശസ്തിക്കോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ സ്വന്തം കഴിവിനും താല്പര്യത്തിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ചോ ആണ്. ദൈവിക ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും വിലമതിക്കാനാവാത്തതുമായത് യേശുവാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പരിശുദ്ധാത്മാവും നാം അർഹിക്കുന്നതിനേക്കാൾ അധികമായി സൗജന്യമായി ലഭിച്ച ദാനമാണ്. ഇങ്ങനെ അനവധിയായ ദൈവിക ദാനങ്ങളെ വിലമതിക്കുകയും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി അവയെ പങ്കുവയ്ക്കുകയും ചെയ്യുമെങ്കിൽ
ദൈവം തന്റെ ആത്മീയ നിക്ഷേപങ്ങൾ നമുക്കും സമൃദ്ധിയായി തുറന്നു തരുമെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. ഇവയെ അലക്ഷ്യമാക്കി കളയുന്നവന് ക്രമേണ തങ്ങൾക്കുണ്ടായിരുന്ന ആത്മീയ വെളിച്ചം പോലും നഷ്ടമാകാം. താലന്ത് കുഴിച്ചിട്ട ദാസന്റെ കൈവശമുണ്ടായിരുന്ന ഒരു താലന്ത് കൂടുതൽ സമ്പാദിച്ചവന് നൽകുന്നതും വ്യാപാരം ചെയ്യാത്തവനെ ഒന്നുമില്ലാത്തവനായി ഇരുട്ടിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുന്നത് താലന്തിന്റെ ഉപമയിൽ നാം കാണുന്നു. പ്രിയ സ്നേഹിതരെ, ഓരോ ദിവസവും നാം നിലനിൽക്കുന്നത് ദൈവകൃപയാലാണ് എന്നത് മറന്നു പോകരുത്. അപരിമേയമായ കൃപകൾ അനുഭവിച്ച് സ്വാർത്ഥരായിരിക്കാനല്ല, ക്രിസ്തുവിനെ, അവനിലൂടെ ലഭ്യമാകുന്ന രക്ഷയെ ഒന്ന് സാക്ഷിക്കുവാൻ നമുക്കും സാധ്യമാകണം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ മാത്രമല്ല, മറ്റുള്ളവർക്കായി അത് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കണം. ദൈവിക ദാനങ്ങളെ പങ്കുവെക്കുവാൻ നാം വിമുഖത കാണിക്കാറുണ്ടോ? സ്നേഹം, ദയ, ക്ഷമ, കരുതൽ തുടങ്ങിയവയെല്ലാം ദൈവദാനങ്ങളാണ്. സഹചരോട് ക്രിസ്തുഭാവമുള്ളവരായി വർദ്ധിക്കുവാനും നമുക്കുള്ളതിനെ പങ്കുവയ്ക്കുവാനും കഴിയണം. സ്വാർത്ഥതയോടെയല്ല, ഉദാരമായി നൽകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനപ്പുറമായ ദൈവിക കൃപകളാൽ അവൻ നമ്മെ നിറയ്ക്കും. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അളവില്ലാത്ത ദാനങ്ങളാൽ നീ ഞങ്ങളെ നിറയ്ക്കുമ്പോൾ വിശ്വസ്തരായി ആ അനുഗ്രഹങ്ങളെ പങ്കുവെച്ച് വർദ്ധിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കും നൽകണമേ. ആമേൻ.